ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാക്കുന്ന പതിവ് പോലെ ഇന്നും ഞാനൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുക കേട്ടോ. ഇന്ന് ഞാൻ കുറച്ച് സന്തോഷത്തിലാട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇതാക്കുന്ന വേറൊരു കോയും കൂടി പൊരുത്തായിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പം അടുത്താണല്ലോ ഒരു കോയിനെ അടവെക്കുന്ന വീഡിയോ എടുത്തത്. അതുകൊണ്ടാട്ടോ ഞാൻ ഇവളെ പൊരുത്തിൽ വെക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ തരുന്നത്. അപ്പോൾ അറിയാലോ, നല്ല ചൂടാണ്. ഇപ്പോൾ എല്ലാവരും പൊതുവേ അട വെക്കാനൊക്കെ മടിക്കുന്നൊരു ടൈമാട്ടോ. ഈ ഒരു ചൂടത്ത് ചിലപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ വിരിയാൻ ചാൻസൊക്കെ കുറവായിരിക്കും. പിന്നെ അതുമല്ല, കോഴിപ്പേൻ്റെ ശല്യമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ആരും ഈ ഒരു ചൂടത്ത് പൊരുത്തിൽ വെക്കാറില്ല, അതായത് അട വെക്കാറില്ല. അപ്പോൾ ഞാനിപ്പോൾ കുറേ ആയി, ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ കോഴി കുറേ ആയി നമ്മൾ പൊരുത്തിയിട്ട്. അതുകൊണ്ട് പൊരുത്തിയപ്പോൾ വെച്ചതാട്ടോ. പിന്നെ പൊരുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കയ്യല്ലോ, അതുകൊണ്ട് വെച്ചതാണെന്നുള്ളൂ. പിന്നെ കുറച്ച് അത്യാവശ്യം നല്ല കോഴിമുട്ടയുള്ളത് കൊണ്ട് തന്നെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഒരു 2 കോഴികളാണുള്ളത്. ഇപ്പോൾ നമ്മളെ ആദ്യം വെച്ച കുഞ്ഞ് വിരിയാറായിട്ടുണ്ട്. അപ്പോൾ ഇവളെ നമ്മൾ 2 ദിവസമായിട്ടേ ഉള്ളൂ കേട്ടോ നമ്മൾ പൊരുത്തിൽ വെച്ചിട്ട്. അപ്പോൾ ഇവക്ക് ഞാൻ കുറച്ച് ഫ്രിഡ്ജിൽ, ഞാൻ ആദ്യമായിട്ടാട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ കോഴിമുട്ട വെച്ചിട്ട് അത് നമ്മൾ അട വെക്കാൻ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് കോഴിമുട്ടയൊന്നും വെച്ചില്ല, ഒരു 2-3 കോഴിമുട്ടയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചത്. അപ്പോൾ വിരിയോ നോക്കിയിട്ട് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഫ്രിഡ്ജിൽ കോഴിമുട്ട സൂക്ഷിച്ച് വെച്ചിട്ട് നമ്മൾ അട വെക്കാൻ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരുപാടൊന്നും വെച്ചില്ല, അപ്പോൾ കുറച്ചേ വെച്ചില്ല കേട്ടോ. അപ്പോൾ ഇതാക്കുന്ന ഞാൻ ഒരു 6 എണ്ണം പോലെ ഉണ്ടെങ്കിൽ, പക്ഷെ ഞാൻ ഒരു 3 എണ്ണേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ പോയി നോക്കുമ്പോൾ 3 എണ്ണത്തിലും കുഞ്ഞ് വിരിഞ്ഞ് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് അറിയില്ലല്ലോ, ഇനി വിരിയാൻ സമയമാകുമ്പോൾ നോക്കാമല്ലോ. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി അതിൽ കുഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ക്യാൻഡിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ കുഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാക്കുന്നതിൽ കുറച്ച് കോഴിമുട്ടയൊക്കെ നമ്മളെ കോഴികളൊക്കെ ഇതാക്കുന്നപ്പോൾ അത്യാവശ്യം മുട്ട ഇടുന്നതുകൊണ്ട് തന്നെ ഞാൻ നമ്മളെ കോഴികളൊക്കെ ഇടുന്ന മുട്ടേൻ്റെ ഒരു ഡേറ്റ് ഞാൻ കോഴിമുട്ടേൻ്റെ തോടിൽ എഴുതി വെക്കാറുണ്ട്. ഞാൻ കടലാസ് പെൻസിലൊക്കെ കൊണ്ടാട്ടെ എഴുതുക, സ്കെച്ച് പെന്നുകൊണ്ടൊന്നും എഴുതരുത്. അതായത് നമ്മൾ വിരിയിക്കാൻ വെക്കുന്ന കോഴിമുട്ട ആയതുകൊണ്ട് തന്നെ നമ്മളെ കോഴിക്കുഞ്ഞിനൊക്കെ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കടലാസ് പെൻസിൽ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അടയാളപ്പെടുത്തുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന് കോഴിമുട്ട ഇതാക്കുന്നതേ പോലെ എടുത്ത് വെച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കോഴികളൊക്കെ ഡെയിലി ഒരു 5-6 മുട്ടയൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഡേറ്റൊക്കെ എഴുതി വെക്കും. അതായത് നമ്മളെ കോഴിയൊക്കെ പൊരുത്തുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കോഴിമുട്ട നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ടാട്ടോ അങ്ങനെ വെച്ചപ്പം നമ്മളങ്ങനെ ഒരു ഡേറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്കൊരു കറക്റ്റ് നമുക്ക് അതറിയാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ. അപ്പോൾ കോഴിമുട്ടയൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അടയാളം വെക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് പൈകിയ മുട്ടയൊന്നും നമുക്ക് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതാക്കി നിന്ന് ഞാൻ ഒരുപാട് സന്തോഷമാണ്. നമ്മൾ 2 കോഴികളാട്ടോ പൊരുത്തി കിടക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ 2 ദിവസം കൊണ്ട് തന്നെ വിരിയാനുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കമൻറ്റിലൂടെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വാക്സിൻ കൊടുക്കുന്ന വീഡിയോ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ വെയിറ്റിങ്ങിലാട്ടോ. നമ്മളെ കോഴിക്കുഞ്ഞ് വിരിഞ്ഞിറങ്ങിയിട്ട് വാക്സിൻ കൊടുക്കുന്ന വീഡിയോസൊക്കെ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആർക്കും ഈ ഒരു സമയത്ത് നേരെ ഉണ്ടാവില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് കാണുമ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കമൻസൊക്കെ ഒന്നും കൂടി എല്ലാവരും കമൻറ്റൊക്കെ ഒന്നായിട്ട് എല്ലാവരും ഒന്ന് മുമ്പോട്ട് വരിക കേട്ടോ. കമൻസൊക്കെ ഇടുമ്പോഴേ നമുക്ക് എന്താണ് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ മറക്കാതെ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇത് അതേപോലെ ആട്ടോ, ഞാൻ അതേപോലെ ഡേറ്റ് ഇട്ട് വെക്കുക. ചെറുതായിട്ടൊന്ന് കടലാസ് പെൻസിലിനെ കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതേപോലെയൊക്കെ ഡേറ്റ് ഇട്ട് വെക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ നമുക്ക് പഴകിയ മുട്ടയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എത്ര ദിവസത്തെ പഴക്കമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എടുത്താൽ മതിയല്ലോ. ഇല്ലാത്ത കോഴിമുട്ടയൊക്കെ നമുക്ക് പുറത്തേക്ക് സെയിൽ ചെയ്യുകയും ചെയ്യാം, അല്ലെ വീടുകളിലൊക്കെ കൊടുക്കുകയും ചെയ്യാം. ചിലവർക്ക് ഉള്ള ബുദ്ധിമുട്ടാണ്, നമ്മളെ വീട്ടിൽ അത്യാവശ്യം കോഴിയൊക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യം കുറച്ച് മുട്ടയൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും നമ്മളെ കോഴി പൊരുത്തുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കോഴികൾ എനിക്കുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളാണ്. നമുക്ക് കുറച്ച് കോഴിമുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും കുറച്ച് കോഴിക്കുഞ്ഞിനൊക്കെ വിരിച്ചിറക്കാമല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നമ്മളെ കോഴികൾ പൊരുത്തുന്നില്ല. അപ്പോൾ ഞാനിവിടെ കോഴികൾ പൊരുത്തി കഴിഞ്ഞാൽ നമ്മൾ പൂവന്മാരെ അധികം തുറന്ന് വിടാറില്ല കേട്ടോ. പൂവന്മാർ തുറന്ന് വിടാറില്ല. അപ്പോൾ പൂവന്മാർ പിന്നെയും ചേലിടുന്ന സമയത്ത് അവർക്ക് പൊരുത്ത് പോകാൻ ചാൻസ് ഉണ്ട്.
അതുകൊണ്ട് ഞാൻ കോഴികൾക്ക് പൊരുത്തായി കഴിഞ്ഞാൽ ഞാൻ നമ്മൾ കഴിച്ചു വിടാറില്ല. അല്ലെങ്കിൽ നമ്മൾ കോഴികൾ പൊരുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നേരം വൈകി കോഴികളൊന്നും മുട്ടയിടാതെ മുട്ട ഇടുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. എന്നെപ്പോലെ തന്നെയാണ് നിങ്ങളെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് പറയുന്നത് ഭയങ്കര സന്തോഷമായിരിക്കും നമ്മൾ കോഴി വിചാരിച്ചു കഴിഞ്ഞാൽ. അപ്പം എൻ്റെ സന്തോഷം നിങ്ങളെയും കൂടി അറിയിക്കാനുള്ള വെക്കാലോ എന്നൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. ഒരു സന്തോഷം തന്നെയാണ് ഞാനും എനിക്കും. അപ്പോൾ നമ്മളെ കോഴിക്കുഞ്ഞ് വിരിഞ്ഞിറങ്ങാറായിട്ട് നമ്മളെ പിന്നെ പുതുതായിട്ട് അടി വിരിക്കുന്നുണ്ട്. നമ്മളെ 2-3 കോഴികളൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. കിടക്കുമെന്ന് അറിയില്ല. പുരുത്ത് കാണിക്കുന്ന ഒരു ഇതുണ്ട്. അത്യാവശ്യം കുറച്ച് കോഴിമുട്ടയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കോഴിമുട്ടയൊന്നും ഞാൻ ഇതേപോലെ ഡേറ്റ് ഇട്ട് വെച്ചതാട്ടോ. പുറത്തേക്കൊന്നും കോഴിമുട്ട കൊടുത്തില്ല. ചിലപ്പോൾ ചില സമയങ്ങളിൽ കോഴിമുട്ട ഉണ്ടാവില്ല, നമ്മളെ കോഴികൾ പൊരുത്തി കിടക്കും. അങ്ങനെ ഒരു സാഹചര്യമൊക്കെ വരലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴിമുട്ടയൊക്കെ ഞാൻ ഇതാക്കുന്ന നല്ലോണം വെച്ചാണ്. പിന്നെ നമ്മളെ ഫ്രിഡ്ജിൽ കോഴിമുട്ടയൊക്കെ വെക്കുന്നതിൽ ഞാൻ ഈ 2ാമത് ഒരു കോഴിനെ അട വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോഴിക്കുഞ്ഞ് വിരിയോ അല്ലേ നോക്കട്ടെ. അപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല ഫ്രിഡ്ജിൽ കോഴിമുട്ട വെച്ചാൽ വിരിയോ എന്നുള്ളത്. നമുക്ക് ഓരോരോ അനുഭവം ഉണ്ടാവണം, എന്നാലല്ലേ നമുക്ക് അത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മളെ 2-3 കോഴിമുട്ടയിൽ നമ്മളെ കോഴിക്കുഞ്ഞിൻ്റെ കാൻഡിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ കോഴിക്കുഞ്ഞ് അതിൽ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും വിരിയോ ഇല്ലയെന്നൊക്കെ നോക്കാം കേട്ടോ.